നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിനെ സംബന്ധിച്ചുള്ള പുതിയ സബ്ജക്റ്റ് മറ്റുള്ള ഒരുപാട് വീഡിയോ ചാനലുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യം എങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന മിക്കവാറും ആൾക്കാരോട് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, എന്ത് ലക്ഷ്യം, കഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു അവ്യക്തമായ മറുപടിയാണ് കൂടുതൽ പേരും തരാറുള്ളത്. അവർ രാവിലെ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ജോലിക്ക് പോകുന്നു, ഇതൊക്കെ തന്നെയാണ് അവർ ചെയ്യാറുള്ളത്. അല്ല, പുതുതായിട്ട് അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളോ ഒന്നുമില്ല. ആരോ പറയുന്നതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് വ്യക്തമായ ലക്ഷ്യം വേണം. അത് കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ അത് പറഞ്ഞുണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലക്ഷ്യം. പണ്ട് കാലത്ത് അച്ഛനും അമ്മയും പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നമ്മൾ ഡോക്ടറാവുന്നു, എഞ്ചിനീയറാവുന്നു, അങ്ങനെയല്ല. അവനവന് ഇഷ്ടമുള്ള ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താം. ചിലർക്ക് മ്യൂസീഷ്യൻ ആവാനായിരിക്കും, ചിലപ്പോൾ സിനിമാ സംവിധായകനായിരിക്കും, ചിലപ്പോൾ നോവലിസ്റ്റ് ആവാനായിരിക്കും, ചിലപ്പോൾ ഒരു ഗുസ്തിക്കാരനാവാനായിരിക്കും, ചിലപ്പോൾ ബോക്സിങ് ചാമ്പ്യനാവാൻ, ചിലപ്പോൾ ഫുട്ബോളർ ആവാൻ, ക്രിക്കറ്റർ ആവാനായിരിക്കും. ഇപ്പോൾ സഞ്ജു സാംസണൊക്കെ ഉള്ളതുകൊണ്ട് ചിലർക്ക് ഭാവിയിൽ IPL കളിക്കണം, അല്ലെ ക്രിക്കറ്റ് താരം, അങ്ങനെ പല പല ലക്ഷ്യങ്ങൾ നമുക്ക് മുന്നിൽ. ചിലർക്ക് വീട് വയ്ക്കണം എന്നായിരിക്കും ലക്ഷ്യം, ചില കാറ് വാങ്ങണമായിരിക്കും ലക്ഷ്യം. അങ്ങനെ പല പല ലക്ഷ്യത്തിനെ പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ലോങ് ടേം ഗോള്, ഷോർട്ട് ടേം ഗോള്, അങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കത് കോമൺ ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ ഒരു ലക്ഷ്യമായിരിക്കണം. അതിനെയാണ് ഗോളെന്ന് പറയുന്നത്. അതിനകത്തൊരു അവ്യക്തത പാടില്ല. ഇപ്പം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പം അമേരിക്കൻ ടീമിൽ കളിക്കണം, ഫുട്ബോൾ കളിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു അത്ര ഒരു ക്ലാരിറ്റിയുള്ള ലക്ഷ്യമല്ല. നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കളിക്കാൻ പറ്റുന്നത് ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ വീട് വയ്ക്കുക, അതൊക്കെ ഒരു കൃത്യമായ ലക്ഷ്യമാണ്. പിന്നെ സാധ്യതയുള്ള കാര്യമായിരിക്കണം. അപ്പോൾ നമ്മളൊരു അംബാനിയെപ്പോലൊരു കോടീശ്വരനാവണം എന്നൊക്കെ പറയുന്നത് ആവാം, എങ്കിലും നമ്മുടെ ഒരു സാധ്യതയുള്ള ലക്ഷ്യങ്ങളായിരിക്കണം കൂടുതൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ അത് യുക്തിക്ക് നിരക്കുന്നതും ആയിരിക്കണം. അപ്പം യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ലെവലിലൊരു ചിന്താഗതിയൊന്നും വേണ്ട. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നേടാൻ കഴിയുന്ന, നമുക്ക് നിശ്ചിത കാലയളവിനുള്ളിൽ നേടാൻ കഴിയുന്ന സാധ്യതയുള്ള ലക്ഷ്യങ്ങളായിരിക്കണം നമ്മൾ ഉറപ്പിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ലക്ഷ്യങ്ങൾ നമ്മളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അതായത് എവിടെ, പേപ്പർ തന്നെ വേണമെന്നില്ല, എവിടെയെങ്കിലും നമ്മൾ എഴുതി വയ്ക്കുക. എഴുതി വെച്ചതിന് ശേഷം അത് കാണത്തക്ക രീതിയിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് അതിനെ ഏതെങ്കിലും തരത്തിലൊരു പശ കൊണ്ട് ഒട്ടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ആ ലക്ഷ്യത്തെ നമ്മൾ കാണണം. ആ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരു ഉദ്ദീപിപ്പിക്കുന്നത്. അത് നമുക്കെന്നും തോന്നും, നമ്മുടെ ലക്ഷ്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കത് അങ്ങനെ ആവണം എന്നൊരു ചിന്ത നമുക്ക് നിരന്തരം നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചിന്തിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത നെക്സ്റ്റായിട്ട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. അത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു കഥ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി ഒരു 10 വർഷം മുമ്പ് എന്നോട് പറഞ്ഞതാണ്. പുള്ളി ഒരു കഥാകാരനൊക്കെയാണ്, ചെറിയ ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതുന്ന ആളാണ്. പുള്ളി ഒരു സമയം എനിക്ക് നോവൽ എഴുതണം, ഇത് 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. പുള്ളി ഇപ്പോഴും അത് നോവൽ എഴുതിയിട്ടില്ല. കാര്യം എന്നാൽ ലക്ഷ്യമുണ്ട് പുള്ളിക്ക് നോവലിസ്റ്റ് ആവണമെന്ന്, പക്ഷേ അതിന് വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ വേണം. ഇപ്പോൾ ഞാൻ പറയാം, ഡെയിലി പുള്ളി ഒരു പേജ് എഴുതുകയാണെങ്കിൽ, ഇപ്പം ഒരു 200 പേജ് വേണം, ഏറ്റവും ചുരുങ്ങിയ 200 പേജ് വേണമെന്നില്ല, അങ്ങനെ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു 200 പേജ് വേണം ഒരു നോവൽ എന്ന രീതിയിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചോ. പെർ ഡേ ഫസ്റ്റ് ദിവസം ഒരു പേജെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഒരാഴ്ചയാകുമ്പോൾ 7 പേജായി. അപ്പോൾ ഒരു മാസമാകുമ്പോൾ 30 പേജായി. പോട്ടെ, ഒരു 5 ഡേയ്സ് വിറ്റാൽ മാറ്റി വെച്ചാൽ നമുക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 25 ഡേയ്സ് നമുക്ക് 25 പേജായി. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ കൂടി നമുക്ക് ഡെയിലി, അതായത് നിരന്തരമായ പ്രയത്നത്തിലൂടെ ദിവസം അത് സിമ്പിളായിട്ട് തന്നെ ഡിവൈഡ് ചെയ്താണ് പോകുന്നത്. നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോ പേജാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനിലൂടെ നമുക്ക് അച്ചീവ്മെൻറ്റ് നേടാൻ കഴിയും. അവസാനം 200 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് 200 പേജായി, ഒരു നോവലായി മാറി. ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ നേട്ടം പൂർത്തീകരിക്കാൻ കഴിയും.
പുള്ളി ഇങ്ങനെ 10 വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ സ്ട്രൈറ്റായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചാടി ഇറങ്ങണം അതിൻ്റെ ആക്ഷനിലേക്ക്. ആക്ഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ ഒരു കിടക്കയിൽ കിടന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാവും അങ്ങനെയാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ജമ്പ്, ആദ്യം ചാടി ഇറങ്ങിയ പ്രവൃത്തി ചെയ്തു തുടങ്ങും ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് വഴികൾ ഇങ്ങനെ തുറന്നു വരുന്നത് കാണാം. അപ്പോൾ അതുപോലെ ഈ നോവലിസ്റ്റ് ആവാൻ നടക്കുന്ന ആൾ ആ 10 വർഷം മുമ്പ് തന്നെ പുള്ളി നോവൽ എഴുതാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പം തന്നെ ഒരു 4-5 നോവലുകൾ പുള്ളിക്ക് എഴുതേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഇന്നാളെ പുള്ളിയെ കണ്ടപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ അതിന് വേണം. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരതയാർന്ന പ്രകടനം. ഇപ്പം സഞ്ജു സാംസനെ കുറിച്ചൊക്കെ നമ്മൾ അതുപോലത്തെ ഒരു സ്ഥിരതയുടെ കാര്യം. കാരണം നമ്മൾ എല്ലാ ദിവസവും ഒരു ക്രിയേറ്റീവ് ടൈം നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മുടെ ആ ഒരു മെയിൻ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ ദിവസം നമുക്ക് തന്നെ അത് മനസ്സിലാവും. നമ്മുടെ ഓരോ പേജ് ഇപ്പോൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ പേജ് വെച്ച് എഴുതി 7 ദിവസം 7 പേജ് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ 14 ഡേയ്സ് ആകുമ്പോൾ 14 പേജ്. അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടുകയും ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം 1 പേജല്ല, ചിലപ്പോൾ 2-3 പേജ് തന്നെ ആവേശം കൊണ്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടും എഴുതാൻ കഴിയും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളാണ് നോവലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്തൊക്കെ ചെയ്യാം, ആക്ഷൻ പ്ലാൻ. അതുപോലെ നമ്മൾ ഈ നോവൽ എഴുതുമ്പം തന്നെ ഇപ്പോൾ ലക്ഷ്യത്തെക്കുറിച്ചുള്ള നമുക്ക് ഉപോദ്ബലകമായ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറേ നോവലിസ്റ്റുകളുമായിട്ട് സംസാരിക്കുക, യൂട്യൂബിൽ എങ്ങനെ നമ്മൾ നല്ല നോവൽ എഴുതാം, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം നമ്മൾ വീട് വയ്ക്കാനാണെങ്കിൽ എങ്ങനെ നമുക്ക് വീട് വയ്ക്കാം, വ്യക്തമായ ഒരു മാർഗ്ഗരേഖ നമുക്ക് ഇഷ്ടംപോലെ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു വണ്ടി എങ്ങനെ വാങ്ങാം, അപ്പോൾ വണ്ടിക്ക് ഒരു ലോൺ എടുക്കണം, ലോൺ ഇത്ര ഡിവൈഡ് ചെയ്ത് നമുക്ക് മന്ത്ലി ഇത്ര പ്രീമിയം നമ്മൾ അടയ്ക്കണം. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാനിലൂടെ വേണം നമ്മൾ ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ. അങ്ങനെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തും. ഈ കൺസിസ്റ്റൻസി വളരെ നിർണായകമാണ്. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഏകദേശം നമ്മൾ അങ്ങനെ തന്നെ ഒരു നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ നോവലിസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്ററായിട്ട് തന്നെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും നമ്മൾ ഫുൾ ടൈം ആ ഒരു ചിന്തയിലേക്ക് വന്നാൽ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇത് ഒരു ഓവറായെന്ന് തോന്നുന്നു, എങ്കിലും ഞാൻ പറയുന്നത് ഇത്തരം എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, ആ ഗോളിലേക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം, ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് ഇന്ന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. നിങ്ങൾ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാൻ സന്തോഷം തോന്നുകയുള്ളൂ. ഞാൻ വീണ്ടും പുതിയ കാര്യങ്ങളുമായിട്ട് എത്താം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ.